ഉണ്ടാക്കുന്നത് തേങ്ങാപ്പാൽ ചേർത്ത ഗ്രീൻ പീസ് കറിയാണ്. നമുക്ക് ചപ്പാത്തിയുടെ കൂടെ ആണെങ്കിലും പൊറോട്ടയ്ക്കും പത്തിരിക്കും ഒക്കെ പറ്റിയ നല്ലൊരു കറിയാണിത്. ഈ കറി എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഇതിനു വേണ്ടി ആദ്യം തന്നെ ഗ്രീൻ പീസ് കുതിർത്തെടുക്കണം. അതിനുവേണ്ടി ഞാനിവിടെ 1 കപ്പ് ഗ്രീൻ പീസാണ് എടുക്കുന്നത്. ഇതിൽ നമുക്ക് ആവശ്യത്തിന് വെള്ളവും കൂടി ചേർത്തിട്ട് കുറഞ്ഞതൊരു 6 മണിക്കൂറെങ്കിലും ഇത് നന്നായിട്ട് കുതിർത്തെടുക്കണം. ഒന്ന് കഴുകിയതിന് ശേഷം ഞാൻ ഇതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് അടച്ചു വെക്കാം. എന്നിട്ട് ഒരു 6 മണിക്കൂറിന് ശേഷം നമുക്ക് കറി ഉണ്ടാക്കാം. അല്ലെങ്കിൽ ഓവർനൈറ്റ് കുതിർത്താലും മതി. ഞാനിതിവിടെ അടച്ചു വെക്കുകയാണ്. 6 മണിക്കൂറിന് ശേഷം ഈ ഗ്രീൻ പീസ് ഞാൻ നന്നായിട്ട് കഴുകിയെടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് കറി ഉണ്ടാക്കാൻ തുടങ്ങാം. അതിനുവേണ്ടി ഞാനൊരു പ്രഷർ കുക്കറാണ് എടുത്തിരിക്കുന്നത്. ഗ്രീൻ പീസ് പെട്ടെന്ന് വെന്ത് കിട്ടണമെങ്കിൽ പ്രഷർ കുക്കറാണ് നല്ലത്. ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏതെങ്കിലും ഓയിൽ ഒഴിച്ചു കൊടുക്കുക. ഇനി ഇതിലേക്ക് അല്പം കറിവേപ്പില ചേർക്കാം. കറിവേപ്പില നന്നായിട്ട് പൊട്ടി വരാൻ തുടങ്ങുന്ന സമയത്ത് നമുക്കിതിലേക്ക് പച്ചമുളക് ചേർത്ത് കൊടുക്കാം. 2 പച്ചമുളക് കട്ട് ചെയ്തെടുത്തതാണിത്. പച്ചമുളക് വെളിച്ചെണ്ണയിൽ കിടന്ന് നന്നായിട്ടൊന്ന് ഫ്രൈ ആയി വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് സവാള ആഡ് ചെയ്യണം. ഞാനിതിലേക്ക് ഒരു വലിയ സവാളയാണ് ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുള്ളത്. ചെറിയ സവാളയാണെങ്കിൽ 2 എണ്ണം എടുക്കുക. സവാള ചേർത്തിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. ഇനി ഈ സവാളയിലേക്ക് നമുക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും ചേർക്കാം. 1 ടേബിൾ സ്പൂൺ വരെ വെളുത്തുള്ളി അരിഞ്ഞതും ഏകദേശം 1 ടീസ്പൂൺ വരെ ഇഞ്ചി അരിഞ്ഞതുമാണ് ചേർത്തിട്ടുള്ളത്. ഇഞ്ചി കുറച്ച് മാത്രമേ എടുത്തിട്ടുള്ളൂ. ഇതെല്ലാം ചേർത്ത് നന്നായിട്ട് വഴറ്റുക. സവാളയുടെ കളർ നന്നായിട്ട് മാറി വരുന്നത് വരെ നന്നായിട്ട് വഴറ്റണം. സവാള ഒരു ലൈറ്റ് ഗോൾഡൻ ബ്രൗൺ കളറിലായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് തക്കാളി ചേർക്കാം. 1 തക്കാളിയാണ് ഞാൻ അരിഞ്ഞെടുത്തിട്ടുള്ളത്. തക്കാളിയും കൂടി ചേർത്ത് നന്നായിട്ട് വഴറ്റിയെടുക്കാം. തക്കാളി നല്ല സോഫ്റ്റ് ആയിട്ട് വരണം, നന്നായിട്ട് വേവണം. തക്കാളി വഴറ്റുന്ന സമയത്ത് നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഉപ്പും കൂടി ചേർത്ത് തക്കാളി നന്നായിട്ട് വഴറ്റിയെടുക്കുക. തക്കാളി ഇവിടെ നന്നായി വെന്തിട്ടുണ്ട്. നല്ല സോഫ്റ്റായി നന്നായിട്ട് ഉടഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് 1/2 ടീസ്പൂൺ വരെ മുളക് പൊടി ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ മുതൽ 3/4 ടീസ്പൂൺ വരെ ചേർക്കാം. ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ചേർക്കാം. ഇത് രണ്ടും ചേർത്ത് നന്നായിട്ട് വഴറ്റിയെടുക്കുക. പൊടികളുടെ പച്ചമണം മാറുന്നത് വരെ ഏകദേശം 1 മിനിറ്റ് നേരം നന്നായിട്ട് ഇത് വഴറ്റുക. മുളക് പൊടിയുടെ അളവ് നിങ്ങൾക്ക് വേണമെങ്കിൽ കൂട്ടാവുന്നതാണ്. 1 ടീസ്പൂൺ വരെയൊക്കെ ചേർക്കാം. ഇനി നമുക്കിതിലേക്ക് നമ്മൾ നേരത്തെ കഴുകി വെച്ച ഗ്രീൻ പീസ് ചേർക്കാം. ഗ്രീൻ പീസും കൂടി ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഗ്രീൻ പീസും മസാലയും ഒക്കെ കൂടി നന്നായിട്ട് മിക്സ് ചെയ്യുക. ഇനി നമുക്കിതിലേക്ക് വെള്ളം ചേർക്കണം. ഞാൻ 2 കപ്പ് വെള്ളമാണ് ഇതിലേക്ക് ചേർക്കുന്നത്. രണ്ട് കപ്പ് വെള്ളവും കൂടി ചേർത്ത് ഒന്നുകൂടി നന്നായിട്ട് യോജിപ്പിച്ചെടുക്കുക. ഇനി നമുക്ക് ഈ പ്രഷർ കുക്കർ അടച്ചു വെക്കാം. എന്നിട്ട് ഗ്രീൻ പീസ് നന്നായിട്ട് വേവുന്നത് വരെ നന്നായിട്ട് വേവിക്കണം. ഒരു 4-5 വിസിലെങ്കിലും വേണ്ടി വരും ഗ്രീൻ പീസ് നന്നായിട്ട് വെന്ത് വരാൻ. അത്രയും സമയം നമുക്ക് വെയിറ്റ് ചെയ്യാം. ഈ പ്രഷർ കുക്കറിൻ്റെ വെയിറ്റ് ഇട്ട് കൊടുക്കാം. എന്നിട്ട് 4-5 വിസിൽ വരുന്നത് വരെ വെയിറ്റ് ചെയ്യാം. ഇതിപ്പോൾ 4-5 വിസിൽ വന്നതിന് ശേഷം ഞാൻ ഈ പ്രഷർ കുക്കർ ഓഫ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതിൻ്റെ ആവിയൊക്കെ പോയിട്ടുണ്ട്. നമുക്കിത് തുറന്ന് നോക്കാം. ഇതിൽ ചേർത്തിരിക്കുന്ന ഗ്രീൻ പീസൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട്. നല്ല പാകത്തിന് നന്നായിട്ട് വെന്തിട്ടുണ്ട്. വെന്തുടഞ്ഞിട്ടില്ല. വെന്തുടഞ്ഞു കഴിഞ്ഞാൽ കറി ടേസ്റ്റ് ഉണ്ടാവില്ല, പുഡിങ് പോലെ ഉണ്ടാവും. ഒരു പാകത്തിനുള്ള വേവായിട്ട് എടുക്കുക. ഇതിപ്പോൾ നന്നായിട്ട് വെന്തിട്ടുണ്ട്, കാണാൻ പറ്റുന്നുണ്ടാവും. ഞാൻ ഇതിൻ്റെ തീ വീണ്ടും ഓൺ ചെയ്തിട്ടുണ്ട്. ഈ കറി തിളച്ച് വരാൻ തുടങ്ങിയിട്ടുണ്ട്.
ഇനി ഇതിലേക്ക് നമുക്ക് 1/4 കപ്പ് വരെ തേങ്ങാപ്പാൽ ചേർക്കാം. നല്ല കട്ടിയുള്ള തേങ്ങാപ്പാലാണ്. 1/4 കപ്പാണ് ഞാൻ ഇതിലേക്ക് ചേർക്കുന്നത്. തേങ്ങാപ്പാൽ ചേർത്തിട്ട് കറി നന്നായിട്ട് നമുക്ക് തിളപ്പിച്ചെടുക്കണം. തേങ്ങാപ്പാലും കറിയും കൂടി നന്നായിട്ട് യോജിക്കണം. അതിന് വേണ്ടിയിട്ട് രണ്ടും കൂടി ഒരുമിച്ച് നന്നായിട്ട് തിളപ്പിച്ചെടുക്കാം. കറി ഇവിടെ നന്നായിട്ട് വെട്ടിത്തിളച്ച് വരാൻ തുടങ്ങിയിട്ടുണ്ട്. കറി ഏകദേശം ഇവിടെ റെഡിയായി കഴിഞ്ഞു. തേങ്ങാപ്പാൽ ചേർത്തതും കറിയൊക്കെ കൂടി നന്നായിട്ട് മിക്സായി നന്നായിട്ട് കുറുകി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് 1/4 ടീസ്പൂൺ ഗരം മസാല പൊടിയും കൂടി ചേർത്ത് നന്നായിട്ട് യോജിപ്പിക്കാം. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിൽ മല്ലിയില ചേർക്കാം. ഞാൻ പൊതുവെ മല്ലിയില ഈ കറിയിൽ ചേർക്കാറില്ല. ഇഷ്ടമുള്ളവർക്ക് ചേർക്കാവുന്നതാണ്. ഞാനിതിൻ്റെ തീ ഓഫ് ചെയ്തിട്ടുണ്ട്. നമുക്കിത് അടുപ്പത്തു നിന്ന് മാറ്റാം. അങ്ങനെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഗ്രീൻ പീസ് കറി ഇവിടെ റെഡിയായി കഴിഞ്ഞു. ഞാനിന്ന് ഇത് പത്തലിൻ്റെ കൂടെയാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. ചപ്പാത്തിക്കും പൊറോട്ടയ്ക്കും ഒക്കെ പറ്റിയ നല്ലൊരു കറിയാണ്. നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുക. താങ്ക് യു.